ഹായ് മക്കളെ, നമുക്ക് ഈ ചോദ്യം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം മക്കളെ, ഇത് വെക്ടർ ആൾജിബ്ര എന്ന പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. വെക്ടർ ആൾജിബ്രയില് ക്രോസ് പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലെ. നമുക്ക് ആദ്യം തന്നെ വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വെക്ടർ സി നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വെക്ടർ സി എന്ന് പറയുന്നത് വെക്ടർ എ ക്രോസ് വെക്ടർ ബി അല്ലേടാ. സോ ഇവിടെ ഡിറ്റർമിനന്റ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. വെക്ടർ എയുടെ വില നമുക്ക് തന്നിട്ടുണ്ട്. 2 ഉണ്ട്, 1 ഉണ്ട്, -2 ഉണ്ട്. വെക്ടർ ബി തന്നിട്ടുണ്ട് 1 1 0 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഐ ക്യാപ്പ് ഇൻറ്റു അതുൾപ്പെട്ട റോയും കോളവും മറച്ചു പിടിക്കുമ്പോൾ 0 -2 +2 വരും. മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ഇതുൾപ്പെട്ട റോയും കോളവും മറച്ചു പിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 -2 വരും. പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു അത് ഉൾപ്പെട്ട റോയും കോളവും, കെ ക്യാപ്പ് ഉൾപ്പെട്ട റോയും കോളവും മറിച്ച് പിടിച്ചാൽ 2 - 1 എന്നും കിട്ടും. 2 - 1. സോ ദ വെക്ടർ സി ഇസ് ഈക്വൽ ടു 2 ഐ ക്യാപ്പ് മൈനസ് 2 ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് എന്നാണ് വില കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നു മോഡുലസ് ഓഫ് വെക്ടർ സി ക്രോസ് ഡിയുടെ വില 3 ആണ് തന്നിട്ടുണ്ട് അല്ലെ. മോഡുലസ് ഓഫ് വെക്ടർ സി ക്രോസ് ഡിയുടെ വില 3 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സിയും ഡിയും തമ്മിലുള്ള ആംഗിളും π/4 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഉപയോഗിക്കാം. അവിടെ നോക്കൂ, മോഡുലസ് ഓഫ് വെക്ടർ സി ക്രോസ് ഡി ഇസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ മോഡ് വെക്ടർ സി ഇൻറ്റു മോഡ് വെക്ടർ ഡി ഇൻറ്റു അവർക്കിടയ്ക്കുള്ള ആംഗിൾ π/4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സൈൻ π/4 ഈക്വൽ ടു 3 ആണ്. അപ്പൊ ഇവിടെ മോഡ് വെക്ടർ സി, മോഡുലസ് ഓഫ് വെക്ടർ സി ഫൈൻഡ് ഔട്ട് ചെയ്യണം. മോഡുലസ് ഓഫ് വെക്ടർ സി ഫൈൻഡ് ഔട്ട് ചെയ്യണം. മോഡ് വെക്ടർ സി ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇതല്ലേ മോഡ് വെക്ടർ സി, റൂട്ട് ഓഫ് 4 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അടുത്തത് സൈൻ π/4ന്റെ വില എന്ന് പറയുന്നത് 1/√2 ആണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇത് 3 എന്ന് കിട്ടി. 3 ഇൻറ്റു 1/√2 ഇൻറ്റു മോഡ് വെക്ടർ ഡി ഇസ് ഈക്വൽ ടു 3. അപ്പൊ 3യും 3യും ക്യാൻസൽ ആയാൽ മോഡ് വെക്ടർ ഡിയുടെ വില √2 എന്ന് കിട്ടും. ഓക്കെ, മോഡ് വെക്ടർ ഡിയുടെ വില √2 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. ദാ ഇവിടെ എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. ദാ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മോഡുലസ് ഓഫ് വെക്ടർ ഡി മൈനസ് വെക്ടർ എ എന്ന് പറയുന്നത് √11 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാം മോഡുലസ് ഓഫ് വെക്ടർ ഡി മൈനസ് വെക്ടർ എ ഇസ് ഈക്വൽ ടു 11. അപ്പൊ സ്ക്വയർ ചെയ്താൽ മോഡ് വെക്ടർ ഡി മൈനസ് വെക്ടർ എയുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു, അല്ല ഇത് √11 ആണ്. അപ്പൊ ഇവിടെ എന്താ 11 എന്ന് കിട്ടും. ശരിയല്ലേ, 11 എന്ന് കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ ഡി സ്ക്വയർ മൈനസ് 2a ഡോട്ട് ഡി പ്ലസ് മോഡ് വെക്ടർ എ സ്ക്വയർ ഈക്വൽ ടു 11. മോഡ് വെക്ടർ ഡി √2 ആണ്. അപ്പൊ മോഡ് വെക്ടർ ഡിയുടെ സ്ക്വയർ എന്താവും? 2 ആയിട്ട് മാറും. 2 - 2 ഇൻറ്റു എ ഡോട്ട് ഡി പ്ലസ് മോഡ് വെക്ടർ എ കണ്ടുപിടിക്കണം. ഇവിടെ വെക്ടർ എ ഉണ്ട്. മോഡ് വെക്ടർ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 + 1 + 4, അതും 3 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ 3യുടെ സ്ക്വയർ 9 ഈക്വൽ ടു 11. മക്കളേടാ ഇവിടെ നോക്കിയേ, 9 + 2 11, 11 - 11 എന്തായി പോകും? 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? വെക്ടർ എ ഡോട്ട് വെക്ടർ ഡി എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടി. ആൻസർ ഈസ് ഈക്വൽ ടു 0. ഇതാണ് കിട്ടുക. ഓക്കെ.